ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. WCCയുടെ നിലപാട് ഇരട്ടത്താപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ വാർത്തകൾ ഇവിടെ പൊളിഞ്ഞുപോയി. ഈ ഒരു വർഷം എത്ര വാർത്തകൾ മെയിൻ ചാനലിനെ പൊളിഞ്ഞുപോയി. എൻ്റെ ഫാദറിനെതിരെ വാർത്ത കിട്ടിയാലും ഞാൻ കൊടുക്കും. ഇത് ജെന്യൂൻ ആണെങ്കിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ദിലീപ് ഡയറക്റ്റല്ല ഇൻഡയറക്റ്റായിട്ട് ഒരാളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നീതാദ് വാസിയുടെ ഇൻ്റർവ്യൂ എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അന്ന് വീണയ്ക്കെതിരെ പുള്ളി ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തില്ല. അന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ടാവേ, നീ എനിക്കെതിരെ വാർത്ത കൊടുക്കില്ലടാ എന്നും പറഞ്ഞൊരു ഭാഷ പറഞ്ഞിട്ടാവേ. നമ്മുടെ ഇന്റർവ്യൂസ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് ഇപ്പോൾ ഇന്റർവ്യൂ വിത്ത് ഇന്റർവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് സീരീസ് കൊണ്ടുപോയത്. അതിൽ മിക്ക ഇന്റർവ്യൂവേഴ്സും വന്നിട്ട് പറഞ്ഞത്, അതായത് ഗസ്റ്റായിട്ട് വന്നവർ പറഞ്ഞത്, ഓരോ അവർക്കുണ്ടായ നെഗറ്റീവ് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ പറയുമ്പോൾ ആളുടെ നെയിം പറയത്തില്ല. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ്, ചേട്ടനും പറഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് സായി പല്ലവിയുടെ നെയിം പറഞ്ഞു. പക്ഷെ അതല്ലാണ്ട് ഒരാളിപ്പോൾ ഇങ്ങനെ പറയുന്നു. പക്ഷെ ആ ലിസ്റ്റ് ആരാണ് പറയുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് കൂടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരാളുടെ നെയിം നമുക്ക് പറയാൻ അത്രയ്ക്കുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്? അതായത് ഞങ്ങളുടെ വീഡിയോസിനെല്ലാം കമൻ്റായിട്ട് വന്നേക്കുന്നത് തന്നെ വ്യൂവേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നത്, അതായത് ഞങ്ങളിനി ഊഹിച്ച് കണ്ടുപിടിക്കണോ ഈ പറഞ്ഞ ആരാണെന്നുള്ളത്. ഇത്രയും പറയാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആളുടെ പേര് പറയാൻ അവർക്ക് ധൈര്യമില്ല? ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ പേടി കൊണ്ടാണോ അവർ ഈ പേര് പറയാത്തത്? എല്ലാവരും അങ്ങനെ. ഞാൻ പല ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ, വിവാദമായ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പേര് പറയാതെ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാണ് കമൻറ്റ് വരുന്നത്, ഇവരെന്തിൻ്റെ സുഖമാണ്, അവർ പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ പേര് പറയാൻ പല ആൾക്കാരും ഭയപ്പെടാറുണ്ട്. ഈ പറയുന്ന അവസരങ്ങളാകാം, അല്ലെങ്കിൽ ഇത്രയും നാളും കേട്ട് ഇനിയും ഞാൻ ചീത്ത കേൾക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. അതവരെ സ്വാഭാവികമായിട്ട് തെറ്റ് പറയാൻ പറ്റില്ല, സ്വാഭാവികമാണ്. ഇപ്പം ഞാനിപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ലാത്തതുകൊണ്ടാണ്. നടന്ന സംഭവം അതിൻ്റെ പ്രൊഡക്ഷൻ ടീം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ ആക്ച്വലി ബാക്കിയുള്ളവർക്ക്, അവർക്ക് അവസരത്തിന് വേണ്ടിയിട്ടുള്ളൊരു അത്രേ ഉള്ളൂ. ഇപ്പോൾ എത്രയോ WCC പോലൊരു സംഘടന ഇല്ലേ, WCC വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായത്? ആ WCC സംഘടനയിൽ ഉള്ളവർക്ക് പല ആൾക്കാർക്കും സിനിമ നഷ്ടപ്പെട്ടിട്ടില്ലേ തുറന്നു പറഞ്ഞപ്പോൾ? ചില ആളുകൾ സിനിമയിൽ നിലനിൽക്കുന്നില്ലേ? അത്തരം സംഘടനകൾ വരേണ്ട സമയത്ത് വന്ന സംഘടനയല്ലേ? ആ സംഘടന ഒരു പോരാട്ടമല്ലേ ഇപ്പോൾ ഈ കാണുന്നതല്ല? അപ്പോൾ ആ WCC തള്ളിപ്പറയാൻ പറ്റുമോ? ചില കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല WCCയുടെ കാര്യത്തിൽ. ഞാൻ ഈ വാർത്തയൊക്കെ കൈകാര്യം ചെയ്ത ആളാണ്. WCCയുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അവരുടെ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ രാവും പകലും വാർത്ത ചെയ്ത ആളാണ്. അപ്പോൾ WCCയുടെ ചില കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. WCCയുടെ നിലപാട് ഇരട്ടത്താപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് എൻ്റെ ഇൻ്റർവ്യൂവിൽ ചിത്രത്തിലെ രഞ്ജിനിയോട് പറഞ്ഞതാണ്. WCCയുമായി ബന്ധപ്പെട്ട് രഞ്ജിനിയുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. രഞ്ജിനി തന്നെ പറയുന്ന പല കാര്യങ്ങളും WCCക്ക് എതിരുപോലെ പറയുന്ന പല കാര്യങ്ങളും. പക്ഷേ ഈ പറഞ്ഞ പോലെ പേരെടുത്ത് പറയാൻ രഞ്ജിനിക്ക് പറ്റില്ല. നമ്മൾ ഊഹിച്ചെടുക്കണം. ആ ഊഹിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കയറി ചോദിക്കും. അപ്പോൾ കറക്റ്റ് മറുപടി കിട്ടും. നമ്മൾ പോരാടുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്, അതിന് യാതൊരു സംശയമില്ല. പിന്നീട് അവരെത്ര സിനിമ ചെയ്തു എന്നൊക്കെ നമ്മൾ എണ്ണി നോക്കേണ്ടി വരും. ഇപ്പോൾ പാർവതിയൊക്കെ നല്ല നടിയായതുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു. നടികമാരെല്ലാം നല്ല നടിമാരാട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പാർവതിക്ക് ഇപ്പോഴും ഓരോ സിനിമകൾ ബാക്ക് ടു ബാക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നമുക്ക് കാണാൻ പോലും ഇല്ല. ഈ പോരാട്ടമാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴത്തെ വിഷയങ്ങളൊന്നും പറയാനുള്ളൂ. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്ത ഒരു ഓൺലൈൻ ചാനലാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു നടിമാരുടെയും പിന്നിൽ പോയിട്ടില്ല. അവർ പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അത് അഭിമാനത്തോടുകൂടി പറയാം. പക്ഷേ എനിക്കൊരു വേദന ഉണ്ടായി താങ്കൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നുണ്ട്. ആരോപണം സത്യമാണെങ്കിൽ കൂടെ നീ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം കുറേ സ്ത്രീകൾ, നമ്മൾ കാണാത്ത സ്ത്രീകൾ വന്നിട്ട് ചില ആളുകൾ ഇവരെ 7, 9, 10 പേർക്കെതിരൊക്കെ ആരോപണം ഉന്നയിച്ചു ഇല്ലേ? നമ്മളെല്ലാവരും കണ്ട. ഞാൻ ആ സ്ത്രീയെ തേടിപ്പോയില്ല. പക്ഷെ അവിടെയൊക്കെ തേടിപ്പോയ വലിയ സാറ്റലൈറ്റുകാരുണ്ട്. അത് റേറ്റിങ്ങിന് വേണ്ടി പോയതാണെന്ന് ഞാൻ അന്നും ഇന്നും വാദിക്കുന്ന ഒരാളാണ്. അല്ലാതെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? റേറ്റിങ്ങിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആണോ? പൈസ വരെ കൊടുത്ത് വീഡിയോ എടുത്തവരുണ്ട് ഇവിടെ. പൈസ വരെ. ഇപ്പോൾ എന്നോട് പേര് പറയാത്തതെന്ന്. പക്ഷേ ഞാൻ അത്തരം ചാനലുകളിൽ നിന്നും വന്നുകൊണ്ട് ഞാൻ ചാനലുകളുടെ പേര് പറയില്ല. പൈസ വരെ എടുത്ത് ഓരോ നടിമാരെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ എടുത്തവരുണ്ട് ഇവിടെ. മനസ്സിലായോ? ആ 6, 7, 8 പേർ 10, 12 പേർക്ക് ആരോപണം ഉന്നയിച്ച് ആ സ്ത്രീ കഴിഞ്ഞ ദിവസം പിൻവലിക്കുക എന്ന് പറഞ്ഞ വാർത്ത കിട്ടും. പിറ്റേ ദിവസം പറഞ്ഞു ഞാനില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറയും. എങ്ങനെ വിശ്വസിക്കും? നമ്മൾ
ആരാണ് സത്യം, ആരാണ് തെറ്റ് ചെയ്ത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ ഇവർക്കെതിരെ ഒന്നും നടപടിയില്ല, ഇവർക്കെതിരെ നിയമമില്ല. നിയമവ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്. നിയമവ്യവസ്ഥയിൽ ഇതെല്ലാം മാറ്റിമറിച്ചില്ലെങ്കിൽ വലിയ ദൂഷ്യം മലയാള സിനിമയിലുണ്ടാവും. സിനിമയുടെ ഒരു പോക്ക് വലിയ പ്രശ്നത്തിലാണ്. ഞാൻ സാധാരണ സിനിമയുടെ റിപ്പോർട്ട് ചെയ്യുമ്പം എനിക്കറിയാം, ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ വരെ വളരെ കുറവാണ് സിനിമയ്ക്ക്. ഒരു മാസമൊക്കെ 10-15 സിനിമ രജിസ്ട്രേഷൻ, ഒരു സിനിമയൊക്കെയാണ് രജിസ്ട്രേഷൻ വരുന്നത് ചേംബറിൽ. വളരെ എണ്ണം കുറഞ്ഞു. നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ എണ്ണം കുറഞ്ഞിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു പുതിയ പ്രൊഡ്യൂസർ ഇറങ്ങുമ്പോൾ ഭാര്യയും മക്കളും ചോദിക്കുക, നമ്മുടെ സിനിമയ്ക്കാണോ ഹേമ കമ്മിറ്റി എന്നാണ് പറയണേ. ഇപ്പോൾ വരൂ ഒരു പ്രൊഡ്യൂസർ. ഹേമ കമ്മിറ്റി വന്നത് നല്ലതാണ്, പക്ഷേ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അത് വെളിപ്പെടുത്താനുള്ള ആർജവം കാണിക്കണമായിരുന്നു. ആ സർക്കാർ അത്രയും നാളും അത് പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് ഇത്രയും വിവാദമുണ്ടായത്. ഇന്നലെ കോടതിയിൽ നിന്ന് നല്ല വിധി വന്നിട്ടില്ലേ? കോടതി നല്ല വിധികളെന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ കോടതി ആ കേസെടുത്താണ്, വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞത്. ഞാനൊരു ആങ്കർ എന്ന നിലയിൽ ഞാൻ ഈ സിനിമാ മേഖലയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ ഹേമ കമ്മിറ്റി ഇവിടെ പറയേണ്ടതല്ലായിരുന്നു, പക്ഷേ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. WCCയുടെ പോരാട്ടം ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ എതിർക്കുന്നുണ്ട്. താരസംഘടന അമ്മയുടെ കാര്യങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഞാൻ വലിയ രീതിയിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പ്രവൃത്തികൾ, അമ്മയുടെ പ്രവൃത്തികൾ ഞാൻ യോജിക്കാറില്ല. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിർമ്മാതാക്കളുടെ പുറത്ത് എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത്. എല്ലാ മേഖലയിലും കൈയിട്ടു. തീർച്ചയായിട്ടും അഭിനയിക്കുന്നുണ്ടല്ലോ. അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് കൂടുതലും അറിയപ്പെട്ടിരുന്നത്. 100%. ഇപ്പോഴും ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും ഈ ഒരു ടാഗ് ലൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രിവിലേജ് ഓൺലൈൻ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. തിരിച്ചൊരു ഓഫർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു പഴയ കാലം മീൻസ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു റോള്, ഞാൻ ഒരു ചാനലിൻ്റെ പേര് പറയുന്നില്ല, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് വേറൊരു ഹൈദരാലിയായിട്ട് മാറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ. നമ്മുടെ സ്വന്തം സ്ഥാപനം വിട്ടിട്ട് പോകാൻ പറ്റുമോ? പാരലലി നോക്കുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. നമുക്ക് വയസ്സ് കുറേയായി. രാവിലെ 5 മണിക്ക് പഞ്ച് ചെയ്ത് ജോലിക്കാനൊന്നും ഇനി പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള സമയം വരെ കിടന്നുറങ്ങണം. ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു മീഡിയ വന്നു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. റിപ്പോർട്ട് TV എന്നെ വിളിച്ചാണല്ലോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പുതിയ മാനേജ്മെൻറ്റ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആൻഡോ ചേട്ടനും ജോസൂട്ടി ചേട്ടനും റോയ് സാറൊക്കെ എന്നെ വിളിച്ചതാണല്ലോ. ഞാൻ പോയല്ലോ. ന്യൂസ് 24 മലയാളം ന്യൂസ് എനിക്കവിടെ വേക്കൻസി ഉണ്ടായിരുന്നല്ലോ, എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഹെഡായിട്ട്. ഞാൻ പോയില്ലല്ലോ. എനിക്കെവിടെയും വേക്കൻസി കിട്ടും. എന്നെ വിളിച്ചതാണ് ഇവരൊക്കെ. എനിക്ക് റിപ്പോർട്ട് TVയിൽ എനിക്ക് തോന്നുന്നു അവിടെ റിപ്പോർട്ട് TVയിൽ പഞ്ചിങ്ങുള്ള സമയത്ത് പഞ്ചിങ് ഇല്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാനും നികേഷ് സാറുമായിരുന്നു. അത്രയും എനിക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു. ഇനിയും എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. റിപ്പോർട്ട് TVയുടെ മുതലാളിമാരുമായിട്ട്, MDമാരുമായിട്ട് ഞാൻ സംസാരിക്കാനുണ്ട്. അവിടെ സ്റ്റാഫുകളുമായിട്ട് കുറവാണ്, പക്ഷേ നമ്മൾ കൂടെ ഉണ്ടാകുന്ന സംസാരിക്കാനുണ്ട്. പക്ഷേ അത്തരമൊരു തിരിച്ചുപോക്ക് ഞാൻ ഇനി ജീവിതത്തിലുണ്ടാവില്ല. നമ്മുടെ സ്ഥാപനമായിട്ട് ഓൺലൈൻ മീഡിയ ആയിട്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചല്ലോ, റിപ്പോർട്ട് TV പറഞ്ഞില്ല ചില സംഘങ്ങൾ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ. അതെന്ന് വെച്ചാൽ ചില ആളുകൾ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടാവും. അവർ റിപ്പോർട്ട് TV എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിചാരിച്ചു, അത് അഭിമാനത്തോടുകൂടി പറയുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വളർത്തിയത് റിപ്പോർട്ട് TV ആണ്. പക്ഷേ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഓൺലൈനിൽ വന്നപ്പോഴാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തിറങ്ങിയാൽ ഒരു 50 പേര് ഇരിക്കുന്നതിൽ ഒരു 10 പേരെങ്കിലും എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വരുന്നുണ്ടെന്നേ. സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് 100%. ഓൺലൈനിൽ വന്നതിന് ശേഷമാണ്. ഞാൻ കഴിഞ്ഞ കലോത്സവത്തിന് പോയപ്പോൾ കൊല്ലത്തായിരുന്നല്ലോ, നമുക്ക് സ്റ്റാൾ കിട്ടിയത്. ഓൺലൈൻകാർക്ക് സ്റ്റാൾ കിട്ടിയത് എനിക്ക് മാത്രമായിരുന്നു. ഞാൻ മേടിച്ചെടുത്ത സ്റ്റാളാണ്. അവിടെ ഞാൻ സെലിബ്രിറ്റി ഉണ്ട്, പക്ഷേ എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലേ, പ്രായവ്യത്യാസമില്ലാതെ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മുടെ ഒരു അധ്വാനത്തിലുണ്ടാക്കിയാണ്. പക്ഷേ റിപ്പോർട്ട് TV ആണ് എന്നെ ഇത്രയും ആക്കിയതെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. എനിക്ക് ആ സ്ഥാപനത്തോട് എന്നും കൂറുള്ള ഒരു വ്യക്തിയാണ്. അത് എടുത്തു പറയാൻ നികേഷ് കുമാർ സാറിനോട്. നമുക്കൊരു ചെറിയ സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു, റിവീലിംഗ് റിയലൈസേഷൻ റെസൊല്യൂഷൻ. അതായത് റിവീലിംഗ് എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും നമ്മുടെ മാട്ര ത്രൂ പറയാനായിട്ട്, എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? മീഡിയ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിരിക്കാം. അതായത് റിവീലിംഗ് ആണ്, നമ്മുടെ മാട്ര ചാനൽ ത്രൂ ചേട്ടൻ റിവീൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ ഷെയർ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. അത് നല്ല കാര്യമായിരിക്കാം, മോശം അനുഭവമായിരിക്കാം, എന്താണെങ്കിലും.
ഞാൻ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യാതെ പോയോ? ഇല്ലേ? നിങ്ങൾ ചോദിച്ചാൽ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ അങ്ങനെ ഒരു ഷെയറിങ് ഉണ്ടാകാൻ വഴി. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഞാൻ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പല ഇൻ്റർവ്യൂവും പല ആളുകളുടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടുതൽ വളർച്ച കാണാൻ എൻ്റെ പേരൻസ് ഇല്ല. എൻ്റെ ഫാദർ, എൻ്റെ മദർ, അതോടൊപ്പം എൻ്റെ ഭാര്യയുടെ ഫാദർ, മദർ, ഇവരൊക്കെ എൻ്റെ ഒരു വിവാഹം നടക്കുമ്പം ഞാനൊരു വീഡിയോഗ്രാഫറായിട്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം ഉണ്ടാകും. പിന്നീട് എൻ്റെ ഒരു വളർച്ച വലിയ വളർച്ചയായി. പക്ഷെ ഇത്രയും സ്റ്റേജിലെത്തിയപ്പം അതൊന്നും കാണാൻ ഇവരില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ഞാൻ ഇന്നുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ സ്വപ്നമൊക്കെ കാണുമല്ലോ, എല്ലാവരും സ്വപ്നം കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ട്രോളും കാര്യങ്ങളും അവർക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു സാധനമാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു സാധനം എന്ന് എനിക്ക് തോന്നി തുറന്നു പറഞ്ഞത് പ്രേക്ഷകരുടെ. പാരഡൈസിൻ്റെ ഒരു മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സങ്കടകരമായി പോയിട്ട്. ഓക്കെ. റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മീഡിയയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കരിയർ ജേർണിയിൽ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഞാനായിട്ട് മനസ്സിലാക്കി എന്ന് തോന്നിയ ഒരു കാര്യം എന്താണ്? അത് ഞാൻ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഈ മീഡിയ ഫീൽഡിൽ പറയാം, സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ ശബരിമല ദുരന്തം ഉണ്ടാവുക, നിരവധി ആളുകൾ മരിച്ചു. ഞാനന്ന് വീട്ടിൽ നിന്നും വൈകുന്നേരം മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് തൊടുപുഴയിൽ ഇടുക്കി ബ്യൂറോയിലാണ്. മീൻ വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ആക്സിഡൻറ്റ്. അപ്പം തന്നെ എന്നോട് ട്രിവാൻഡ്രത്തോട് ഇപ്പം തന്നെ വിട്ടോളാൻ പറഞ്ഞു. ശബരിമല ദുരന്തത്തിലേക്ക് വിട്ടോളാൻ കുമ്മളി. നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ സൂര്യ ടി വി അങ്ങനെ ലൈവ് അല്ലല്ലോ, അപ്പോൾ സൺ ടി വിക്കും കൊടുക്കണമെന്ന് തമിഴിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച സാധനമാണ്. അപ്പം പല ആളുകളും മരണസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഒരു ബ്രേക്കിംഗ് കൊടുക്കുന്നു, മരണം 20ആയി, മറ്റൊരു 25ആയി. ഞാനൊന്നും അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളോട് വിളിച്ച് മരണം കൂടും, അപ്പോൾ ഞാനും കൊടുക്കുവാണ്. മരണം 26ആയി, അപ്പോൾ കുറച്ച് കഴിയുമ്പം 28ആയി അവിടെ, അപ്പോൾ ഞാനും കൊടുക്കുകയാണ് 29. ഇതെന്നെ ഒരു പാഠം പഠിപ്പിച്ചാണ്. നമ്മളൊരു ജീവൻ വെച്ചാണ് കളിക്കുന്നത് അല്ലേ, ഒരാളുടെ ജീവിതം വെച്ചാണ് കളിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് മാധ്യമപ്രവർത്തകൻ ഒരു യാത്ര. അത് എന്തിനാണ്? ഫസ്റ്റ് വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി. അതെനിക്കത്ര ഇഷ്ടമുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്നെ ഒത്തിരി പിന്നീട്, പക്ഷെ നമ്മൾ കൊടുത്ത സംഖ്യ ഒന്നും കുറഞ്ഞിട്ടില്ല. ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മളവിടെ എത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടി ആളുകൾ മരിച്ചു. അത്ര വലിയ ദുരന്തമായിരുന്നു ശബരിമല ഉണ്ടായില്ല അല്ലേ. പക്ഷെ അത് നമ്മൾ പറയുമ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ ജീവിതം. അത് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു വീട്ടിൽ ഡെസ്കിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രഷറുണ്ടല്ലോ, ഒരു സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതറിയും. എന്തേ വാർത്ത വരാത്തതെന്ന് വിളിച്ച് ചോദിക്കും ഡെസ്കിൽ നിന്ന്. ഗണേഷ് സാറൊക്കെ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വരെ അറ്റൻഡ് ചെയ്യാൻ പേടിയായിരിക്കും. അവിടെ സാർ ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ, വാർത്ത ബ്രേക്കിംഗ് ആണ്. ഇവൻ എവിടെ പോയി കിടക്കുവാ, ഇവൻ അറിഞ്ഞില്ലേ? അപ്പം അവിടെ ഇങ്ങനെ പിള്ളേർ നമ്മൾ സീനിയറാണ് പേടി വിൽക്കാതെ സാറ് ചോദിക്കണത് ഒന്ന് തരുമോ, ഞാൻ അവിടെ അതിൽ നിന്ന് ഒരെണ്ണം കൂടെ കൂട്ടിയും കൊടുത്തോ, പ്രശ്നം തീർന്നു. നടക്കുന്ന സംഭവമാണ് കേട്ടോ. ഏത് ജേർണലിസ്റ്റോട് അടുത്ത് ചോദിച്ചോ, സാറ്റലൈറ്റ് ജോലി ചെയ്ത് പറയാം, ഇത് നടക്കുന്ന സംഭവമാണ്. അത് ഇങ്ങനെയൊക്കെ നടക്കും എന്നെനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇതിൽ നിന്ന് മാറിയത്. ഇങ്ങനെയൊക്കെ നടക്കുന്നേ. നിങ്ങൾ നോക്കിയൊരു വാർത്താ ചാനൽ എടുത്ത് വെച്ച് നോക്കിയോ, അങ്ങനെ നടക്കും. അപ്പോൾ മാധ്യമധർമ്മം എന്ന് പറയുന്നതിനകത്ത് ചെറുതായിട്ട് ഫേക്കിംഗ് ഉണ്ടപ്പോൾ അല്ലേ? എന്ത് സംശയിക്കുന്നു? അയ്യോ, ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത് കരുതിയിട്ട് എന്ത് സംശയിക്കുന്നു? അതൊരു മരണസംഖ്യ വരെ നമ്മൾ ആ ഒരു രീതി അല്ല, ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ ആരും പറയാറില്ല. ഒരു സമയത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ ഇരിക്കുകയാണ്. ഈ വർഷമൊന്നുമില്ല, ഇതിനൊക്കെ മുമ്പ് ഞാനുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, സൂര്യ ടി വി ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇരുന്ന് കുമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ബ്രേക്ക് ചെയ്യുന്നത് ഡാം തുറന്നു വിട്ടു എന്നും പറഞ്ഞു. ഡാം തുറന്നിട്ടില്ല, ഏതോ ഒരു ചാനൽ, എനിക്ക് ചാനലിൻ്റെ പേര് ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുക. ഈ വാർത്ത കൊടുക്കേണ്ട ആൾ, പക്ഷെ അത് ഡെസ്കിൽ നിന്ന് എടുത്ത് കൊടുത്താൽ ഇപ്പോൾ തുറന്നു വിടുന്നു. അന്നും തുറന്നിട്ടില്ല. ആ ഡെസ്കിൽ നിന്ന് എടുത്ത് കൊടുത്തപ്പോൾ നമ്മളെ ഡെസ്കിൽ നിന്ന് വിളിക്കുകയാണ്, നീ അവിടെ പോയിട്ട് എന്തെടുത്തുകൊണ്ടിരിക്കുകയെന്ന്, നിന്നെ വിട്ട് എന്തിനാന്ന്. ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്, എന്നെ മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കണം. നമ്മൾ രാവും പോലെ ഇവിടെ ഇരിക്കുകയാണ്. ഡെസ്കിലുള്ളവരെ നോക്കണമല്ലോ, ഓരോ വാർത്ത ബ്രേക്കിംഗ് വരുമ്പോൾ. അപ്പോൾ നമുക്കും കൊടുക്കേണ്ടി വരില്ല. മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ തുറക്കുന്നത്
അന്ന് തുറന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ മാധ്യമപ്രവർത്തനം അത്ര സത്യസന്ധമായ പണിയാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ. കളവ് വാർത്തകളൊക്കെ അടിക്കുന്നുണ്ട്, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം കോടതി തെളിഞ്ഞ വാർത്ത എത്ര എണ്ണമുണ്ട് ഒരു സ്ഥാപനത്തിനെതിരെ? ഞാൻ പേര് പറയാമെന്ന്, ഒരു സ്ഥാപനത്തിനെതിരെ തെളിഞ്ഞില്ലേ? ഒരു ധർമ്മവുമില്ല. അപ്പോൾ പണ്ടുണ്ടായിരുന്നു എനിക്ക് അച്ചടി മാധ്യമങ്ങൾ അന്നും ഇന്നും വിശ്വസിക്കാവുന്നൊരു സാധനമായിട്ട് പണ്ടുണ്ടായിരുന്നു. ഇപ്പം അച്ചടി മാധ്യമത്തിന് വലിയ പ്രസക്തിയില്ല. സാറ്റലൈറ്റ് വന്നപ്പോൾ അത് നിന്നുപോയി. ഇപ്പം സാറ്റലൈറ്റിന് അസ്തമിക്കുന്നു ഓൺലൈൻ വന്നപ്പോൾ, അല്ലേ? ഓൺലൈനിൽ എന്തൊക്കെ കള്ളങ്ങൾ അടിക്കുന്നുണ്ടല്ലേ? എത്ര പേരെ കൊല്ലുന്നുണ്ട് ഇവിടെ. ഒരു പേജ് എന്നും കാണാം, ഇന്നാൾ മരിച്ചു എന്നൊരു കാണിട്ടുണ്ടോ, അവർ പോലും അറിയാതെ. അപ്പോൾ ഇത് മാധ്യമധർമ്മം എന്ന് പറയണ വിശ്വസിക്കേണ്ട ഒരു വാർത്ത 10 പ്രാവശ്യം കണ്ടാലും അത് സത്യസന്ധമായിട്ട് വിശ്വസിക്കാവുള്ളൂ എന്ന് കൃത്യമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഞാനും കളവ് വാർത്ത അടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അത് നമ്മുടെ പ്രഷറാണ്. അവിടെ ജോലി സ്ഥലത്തെ പ്രഷർ നമ്മൾ ചെയ്യേണ്ട വരും. അവിടെ എവിടെയെങ്കിലും സത്യങ്ങൾ വന്നെത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ അവിടെ ചോദ്യം ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. ഒന്നുമില്ല, ഒട്ടും സംഭവമില്ല കേട്ടോ. അത് ഭയങ്കര പ്രശ്നമാണ് ഈ മേഖലയിൽ. പുതിയ വരുന്ന എന്താണ് ഇപ്പം ജേർണലിസ്റ്റുകളിലേക്ക് ഷോർട്ടേജ് വരുന്നില്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പം ജേർണലിസ്റ്റുകൾ ജോലിയില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ? പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും പേര്. എന്നെ എത്ര പേര് വിളിക്കാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടി, എന്നെ വിളിക്കാറുണ്ട് ജോലിക്ക് വേണ്ടി. ഇപ്പം ഓൺലൈനിലേക്ക് വരുന്നവരുടെ ഒരു ആഗ്രഹം, കൂടുതലും പെൺകുട്ടികളുടെ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒന്ന് പ്രേമിൽ വേണം, സിനിമയിലേക്ക് എത്തണം. 100% അത്. ആൺകുട്ടികളും അതെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിമിൽ അപ്പോൾ 2 സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ, പക്ഷെ അവിടെ ഒരു മാധ്യമധർമ്മം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ജേർണലിസ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് മീഡിയയിൽ ജോലി ചെയ്യണം. ഞാൻ പ്രിൻ്റ് മീഡിയയിൽ ജോലി ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് ജോലി ചെയ്യണം. നമ്മൾ ഡെസ്കിലിരുന്ന് കാര്യങ്ങൾ പഠിക്കണം. എല്ലാം കൈകാര്യം ചെയ്താണ് നമ്മൾ പൂർണ്ണമായ ഒരു വാർത്തയിലേക്ക് എത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോഴും പഠിക്കുകയാണ്. ഒരിക്കലും മാധ്യമപ്രവർത്തനം പഠിച്ചു തീരുന്നില്ല ഒരു ജീവിതത്തിൽ. രാഷ്ട്രീയ വാർത്തകൾ നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട്. കോടതി വാർത്ത നോക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഏറ്റവും ഒരു സാധനം തെറ്റിയാൽ കോടതി വാർത്ത നമ്മൾ പിടിച്ചകത്തിടാം. കോടതി വാർത്ത എന്ന് പറയുന്ന സാധനം കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് ഏറ്റവും റിസ്ക് ഉള്ളവരാണ്. അവരുടെ റിസ്ക് നമുക്ക് പറയാനില്ല. നമുക്ക് വകുപ്പുകൾ പോലും ചിലപ്പോൾ അറിയില്ലല്ലോ. നമ്മൾ പറയണ വകുപ്പുകൾ തെറ്റിപ്പോയി ആ ജഡ്ജ് എടുത്ത് നമ്മൾ തൂക്കിക്കൊണ്ടിട്ടില്ലേ. അപ്പം ഈ മേഖലയിൽ സത്യം പൂർണ്ണമായിട്ട് പറഞ്ഞ് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല ചർച്ചകൾ കാണുമ്പോഴും നമുക്കങ്ങനെ തോന്നാറുണ്ട്. ചില റിപ്പോർട്ടിങ് കാണുമ്പോൾ തോന്നാറുണ്ട്. എത്രയോ വാർത്തകൾ ഇവിടെ പൊളിഞ്ഞുപോയി ഈ ഒരു വർഷം. എത്ര വാർത്തകൾ മെയിൻ ചാനലിനെ പൊളിഞ്ഞുപോയി ഇല്ലയെന്ന് തോന്നുന്നുള്ളൂ. വാർത്ത കാണുന്നതാണെങ്കിൽ ശ്രദ്ധിച്ചോ, എത്ര വാർത്തകൾ. എല്ലാ ഫീൽഡിലും മായമാണല്ലോ ഈശ്വര. എന്ത് സംശയം? IT മേഖലയില്ലേ മായല്ലോ? IT ഫീൽഡ് മായല്ലോ. എന്ത് എല്ലാം കറക്റ്റാ. അപ്പം തന്നെ ബഗ് വരും, ഫിക്സ് ചെയ്യും. അതാണ് IT. എന്നായിരിക്കാം അതാ മേഖല കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ലല്ലോ. സിനിമയിലില്ലേ അല്ലേ? പക്ഷെ മായമല്ല, ഒന്ന് ചെറുത്ത് ഒരു എരിവും പുളിക്കും വേണ്ടി എന്തെങ്കിലും ചേർക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. സാറ്റലൈറ്റിൽ ലൈവായിട്ട് പോകുന്ന ചാനലിൽ എരിവും പുളിക്കും വേണ്ടി എന്തെങ്കിലും ഇടും. അതിട്ടാലേ വാർത്ത കാണുള്ളൂ. അത് ഞാൻ എവിടെയും പറയും. അതിനെതിരെ എന്ത് പറഞ്ഞാലും ഞാൻ ആരെയും ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഈ സാധനം കണ്ടിട്ട് ഏത് ചാനലിലെ ഏത് തലമൂത്ത അപ്പന്മാരുണ്ടെങ്കിലും ചലഞ്ച് ചെയ്യാൻ സാർ, ഞാൻ തെളിവ് ചെയ്ത് കാണിക്കും. എനിക്കുണ്ട് അനുഭവം, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ. ഓക്കെ, ചാനൽ ഓണേഴ്സ് കമൻറ്റ് വീഡിയോ ഞങ്ങൾ തെളിവായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു പോയി, പക്ഷെ എനിക്കതൊരു കറക്റ്റായിട്ട് തോന്നിയില്ല, തെറ്റാണ് എന്ന് തോന്നി. എനിക്കത് തിരുത്താം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തിരുത്താണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഞാൻ പെർഫെക്റ്റാണ്. ഒന്നുമില്ല, ചെയ്തതാ. ഇങ്ങനെ തിരുത്താൻ പറ്റില്ല. വിട്ട വാർത്ത നമ്മൾ വലിക്കില്ല, ഇല്ല. പറഞ്ഞ വാക്ക് നമ്മൾ തിരിച്ചെടുക്കില്ല. പറഞ്ഞു പോയി, ഇനി പറഞ്ഞത് തെറ്റാന്നുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഒരു ആക്ട്, ഞാൻ ഇനി ആ ഒരു ആക്ട് ചെയ്യാതിരിക്കാൻ അത് ശ്രമിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്തുകൊണ്ട് ദിലീപ് കേസാണല്ലോ. ദിലീപിൻ്റെ ഇഷ്യൂ ആണല്ലോ ഏറ്റവും കൂടുതൽ കാര്യം. ഞാൻ കോടതി വാർത്തകളും അന്ന് റിപ്പോർട്ട് ചെയ്ത ആളുകൾ കുറവാണ്. അപ്പം കോടതി വാർത്ത ഞാൻ നോക്കണം. ദിലീപിൻ്റെ കേസ് നോക്കണം. ദിലീപിൻ്റെ വിഷയം ഉണ്ടാകും അന്ന് തൊട്ട് ഞാൻ അതിൻ്റെ പുറകെ യാത്ര ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ദിലീപ് ഡയറക്റ്റ് ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ഒത്തിരി ട്രോളുകൾ. ദിലീപ് ഡയറക്റ്റ് ആ വിഷയത്തിന്, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ദിലീപുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായി? ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് താങ്കൾ ഒരു കാര്യം ചുമതല ഏർപ്പെടുത്തിയാൽ ഞാൻ ഇൻഡയറക്റ്റ് ആണല്ലോ. ഡയറക്റ്റ് അല്ലെങ്കിലും ഇയാളാണ് ചെയ്തത് എന്ന് വേണ്ടിയിട്ട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ. ഞാൻ ഇന്നും അത്
ദിലീപും അതിനകത്ത് ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് എനിക്ക് തിരുത്തണമെന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞു. അങ്ങനെയല്ല എന്ന്. അത് ഞാൻ പറഞ്ഞ വാക്കിൽ തന്നെ നിൽക്കുന്നു. കോടതി തെളിയിക്കണവരെ ഞാൻ അതിൽ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അതാണ് എന്ന് വിശ്വസിക്കുന്നു എന്നൊരു പൊതുമാധ്യമ ഇതിൽ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കറക്റ്റ് രീതിയാണോ? കാരണം നമുക്ക് അതിനുള്ള തെളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോടതി അത് പറയാത്ത ദിവസം വരെ നമ്മളത് ഓപ്പണായിട്ട് പറയുമ്പോൾ അതൊരു കറക്റ്റ് രീതിയാണോ? ഞാൻ പറഞ്ഞില്ലേ, കോടതി പറയുന്നത് വരെ അദ്ദേഹം അതിനകത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇടപെട്ടു എന്നതിൻ്റെ തെളിവ് ഉള്ളത് കൊണ്ടാണല്ലോ കോടതി ഇത്രയും വാർത്തയായിട്ട് മുന്നോട്ട് പോയത്. വെറുതെ കോടതി അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അത് വിശ്വസിക്കണം. ഞാൻ വാർത്ത ചെയ്ത ആളല്ലേ, ഞാൻ എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളല്ലേ ദിലീപിൻ്റെ വാർത്തയിൽ. ഞാൻ ദിലീപുമായിട്ട് എനിക്ക് യാതൊരു പേഴ്സണൽ ഉടക്കമുള്ള ആളല്ല. ദിലീപ് എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കാറില്ല. ദിലീപ് ലാസ്റ്റ് ഇരുന്നത് കേശുവിൻ്റെ നാഥൻ അല്ലേ. ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് ദിലീപിനെതിരെ പുതിയ വാർത്ത വരുന്നത്, പുതിയ വെളിപ്പെടുത്തലുമായിട്ട് ബാലേന്ദ്രൻ വരുന്നത് അല്ലേ. അദ്ദേഹം വരുമ്പോൾ ആ വാർത്ത അന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ദിലീപിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിരിക്കുന്നത്. അന്നാണ് ദിലീപ് ലാസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. പിന്നീട് ദിലീപിനോട് ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പല ഈ ഫിയോക്കിൻ്റെ മീറ്റിങ്ങിലൊക്കെ വെച്ച് ദിലീപ് ഒരു വാർത്ത ഫിയോക്കിൻ്റെ ഉള്ളിൽ പറഞ്ഞ സാധനം തമിഴ് സിനിമ വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു. ഞാനത് ബ്രേക്കിംഗ് ചെയ്തു. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വാർത്ത കിട്ടും. അങ്ങനെ വാർത്ത കിട്ടുന്നൊരു സോഴ്സ് എനിക്കോ അത് ബ്രേക്ക് ചെയ്തു. അത് പെട്ടെന്ന് തിരുത്തണമെന്ന്. പക്ഷേ ഞാൻ കൊടുത്ത വാർത്ത തിരുത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദിലീപായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. അതിനുശേഷം ഇതുവരെ സംസാരിക്കാറില്ല. ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രസ് മീറ്റ് ഉണ്ടെങ്കിൽ PR-ഓടത്ത് പറയും ഞാൻ വരണ്ട എന്ന് പറയും. ഞാൻ പോകാറില്ല. ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ തരില്ല. ഞാൻ ജീവിതത്തിൽ ദിലീപിൻ്റെ ഇൻ്റർവ്യൂ എടുക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. ദിലീപിന് തരണമെന്നില്ല, ഞാൻ എടുക്കില്ല എന്ന് തീരുമാനിച്ച ആളാണ്. എന്നോട് ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, ഞാൻ എടുക്കില്ല എന്ന്. ദിലീപായിട്ട് നമ്മൾ എന്ത് സീറ്റിംഗ് ആയാലും ദിലീപിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ചെയ്തതെല്ലാം പാഴായിപ്പോവും. എനിക്കെതിരെ വീണ്ടും ഇത് വരും. ഞാനിപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ നിന്ന് മാറി ഞങ്ങൾ വേറൊരു ബിസിനസ് സ്ഥാപനമായിട്ട് വേണ്ടി വീണ്ടും ഇവിടെ തുടങ്ങിയപ്പോൾ ആ സ്ഥാപനത്തിൽ ദിലീപിനെ അംഗീകരിക്കുന്ന രീതിയിലൊക്കെ വാർത്ത ചെയ്തപ്പം ഒരു വലിയ ഗ്രൂപ്പ് എനിക്കെതിരെ വന്നു. ഹൈദറിൽ ഇങ്ങടെ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ദിലീപിനെ അനുകൂലിച്ച് ചെയ്യണമെന്ന് ചോദിച്ച്. ഞാൻ അവിടുന്ന് മാറിയതുപോലെ അവർക്ക് അറിയാതെയാണ് അവർ സംസാരിച്ചത്. പക്ഷേ അത് ഞാൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദിലീപ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ദിലീപ് ഡയറക്റ്റല്ല ഇൻഡയറക്റ്റായിട്ട് ഒരാൾക്കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കോടതിയിലാണെങ്കിൽ കോടതി തെളിയിക്കണം. അതിൻ്റെ പേരിൽ ഞാൻ ചെയ്ത് തിരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും പറയുമ്പോൾ ഞാൻ പറയാം, തിരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ല, എനിക്കങ്ങനെ മടിയില്ലാത്ത ആളാണ് ഞാൻ. ഇന്ന് ഈ മേഖലയിൽ നിൽക്കുന്ന ആളല്ലേ. എനിക്കുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെയ്യാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ചെയ്ത കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കാത്ത 2-3 നടന്മാരുണ്ട്. ഷൈൻ നിഗം എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല. ഞാനുമായിട്ട് ഏറ്റവും സൗഹൃദത്തിൽ പോയൊരു വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിഷയമില്ല. അതിൻ്റെ വലിയൊരു വിഷയം ഉണ്ടായി. ആ മുടിവെട്ട് കേസൊക്കെ ഉണ്ടായപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വാർത്ത ചെയ്ത് കൊടുത്തത്. അന്നൊക്കെ ഞങ്ങൾ സൗഹൃദത്തിലായിരുന്നു. പിന്നീട് മറ്റേ ഈ RDX-ഉമായിട്ട് വിവാദം ഉണ്ടായി. അന്നാണല്ലോ ഷൈൻ നിഗത്തിൻ്റെ പെപ്പയ്ക്കെതിരെയൊക്കെ വിഷയങ്ങൾ വന്നത്. അതിനുശേഷം പുള്ളി എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറയും. ഞങ്ങൾ അതിനുശേഷം കോഴിക്കോട് വെച്ച് ഈ ഇടയ്ക്കൊന്ന് കണ്ടു. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു. എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയാളാണ്. ലിറ്റിൽ ഹാർട്ട്സ് എൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി എൻ്റെ അടുത്ത് ഇരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു പുള്ളി ഇരിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനന്ന് വാർത്ത ചെയ്താണ് പ്രശ്നം. വാർത്ത ചെയ്യണ്ടേ ഞാൻ വാർത്ത അറിഞ്ഞിട്ട് കണ്ണുടച്ചിരിക്കണോ? പെപ്പ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് RDX-ന്. എന്തുകൊണ്ടാണ്? ജൂഡിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ. അതൊക്കെ പേഴ്സണലിയാണ് എല്ലാവരും എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഫിലിമിനാണെന്നുണ്ടെങ്കിൽ അവർ ഫിലിമിൻ്റെ ഇതിന് വേണ്ടി നിൽക്കണം. അതിന് ഞാൻ പെപ്പയായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് കൊല്ലത്ത് അതിനുശേഷം സോഫിയുടെ പടം ഇറങ്ങിയല്ലോ, ആ പടത്തിൻ്റെ ഷൂട്ടിന് അന്ന് ഞാൻ കലോത്സവമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരേ ഹോട്ടലിലാണ് താമസിച്ചത്. നമ്മൾ നേർക്ക് കെട്ടിപ്പിടിച്ചിട്ട് വളരെ സന്തോഷത്തിൽ പിരിഞ്ഞാണ്. അത് ആരെങ്കിലുമൊക്കെ തിരിയും കൂടെ കൊടുക്കും. അവൻ്റെ അടുത്ത് ഇരിക്കണ്ട കേട്ടോ, അത് നമുക്കിട്ട് പണി തന്നതല്ലേ. പണി കൊടുത്തതല്ലോ, ഉള്ളത് പറഞ്ഞില്ലേ. അന്ന് ഈ ഷൈൻ നിഗത്തിന് ഏറ്റവും വലിയ ഉമ്മയിൽ നിന്നും അമ്മ ഏറ്റെടുത്തു എന്നാണ് എൻ്റെ ടാഗ് ലൈൻ വന്നത്. ഉമ്മയായിരുന്നു ഷൈൻ്റെ സംരക്ഷണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അമ്മ സംഘടനയാണ്. അപ്പോൾ തമ്പു എടുത്ത് ഉമ്മയിൽ നിന്നും ഇനി ഷൈനെ കാക്കുന്നത് അമ്മയാണ്. ഞാൻ അമ്മ സംഘടന എന്നാണ്. ആ ഒരു തമ്പാണ് അവർക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ പേഴ്സണലി എടുക്കാൻ ചാൻസ്. ഞങ്ങളുടെ അമ്മ സംഘടനയാണ്. താരസംഘടനയായിട്ട് ഉമ്മയിൽ നിന്നും സംരക്ഷണം, താരസംഘടന അമ്മയെ ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. അതിലെന്ത് സംശയിച്ചിരിക്കണം? ഉമ്മയായിരുന്നല്ലോ ഷൈൻ എല്ലാ കാര്യത്തിലും ഉണ്ട്. നല്ല ഉമ്മയാണ്.
ഉമ്മയും അനിയത്തിമാരും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഷൈൻ ഇത്രയായത്. ഷൈന് നല്ല കഴിവുള്ളതുകൊണ്ടാണ് ഇത്ര ആയതും, ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റായി മാറിയതും ആ കഴിവുണ്ടാകും. അതായിരിക്കും. പക്ഷേ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ വീട്ടിലോ ഇരിക്കുന്നവരെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും അത് കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം മേ ബി പുള്ളിക്ക് ഞാൻ feel ഫുൾ തമ്പ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ അതുപോലെ ഒളിച്ചു വെക്കാതെ പറയുന്നത്. അല്ല അത് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്ത ആ, തമ്പാണ് ഉമ്മയിൽ നിന്നും അമ്മയിലേക്ക്. അല്ല ഞാൻ പറഞ്ഞത്, അത് ഷെയ്ന് മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആകാൻ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മേനെ ആ ഒരു കമ്പനിയിൽ പോയി അത് ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ ഒളിച്ചു വെക്കുന്നില്ല എന്ന് ഞാൻ പറയാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ 3 പേര് ശ്രീനാഥ് വാസിയുടെ ഇൻ്റർവ്യൂ എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. മനസ്സിലായില്ലേ? ഞാൻ വാർത്ത ചെയ്തതിൻ്റെ പേരിലാണ് എന്നോടുള്ള ദേഷ്യം ഉണ്ടായത്. അന്ന് വീണയ്ക്കെതിരെ പുള്ളി ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തില്ല. അന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ടാവേ, നീ എനിക്കെതിരെ വാർത്ത കൊടുക്കില്ലടാ എന്നും പറഞ്ഞൊരു ഭാഷ പറഞ്ഞിട്ടാവേ. ഞാനത് സൗഹൃദത്തിൽ ഞങ്ങൾ അങ്ങനെ വിളിക്കാറുണ്ട്. എന്ന് ഓർത്തായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതേ പ്രയോഗം ഉണ്ടായി. അപ്പോഴാണ് ശ്രീനാഥ് വാസി ഒന്ന് വീണത്. അന്ന് അത്രയും വിഷയത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് മാത്രമാണ്. ഒരു സംശയം വേണ്ട. നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ കുറ്റപ്പെടുന്ന നമ്മൾ വിടില്ലല്ലോ. നമ്മൾ വാർത്തയായിട്ട് കിട്ടിയപ്പം അതിൻ്റെ സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്തയാണ്. ഞാനൊരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം 10 പേരെ വിളിച്ച് ചെക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഉള്ളിലിരിക്കുന്നത് 3-4 പേരെൻ്റെ കസ്റ്റഡിയിലുള്ളതായിരിക്കും എനിക്ക് വാർത്ത കിട്ടുന്നത്. അങ്ങനെ അഭിമാനത്തോടുകൂടി അങ്ങനെ ഒരു വാർത്ത കിട്ടാൻ, മലയാള സിനിമയിൽ നിന്നും വാർത്ത കിട്ടാൻ എന്നെപ്പോലെ കഴിവുള്ള ഒരു ജേർണലിസ്റ്റുകളും ഇല്ല എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. സ്വയം അഹങ്കാരമാണ്. 100%. ഇപ്പോഴും പല ചാനലിൽ നിന്ന് എന്നെ വിളിക്കും. ഇപ്പോൾ എനിക്ക് വന്ന് കിടക്കുന്ന 3 ചാനലിൽ നിന്നുള്ള കോളാട്ടോ. ഞാൻ പരസ്യപ്പെടുത്തണം, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഏതൊക്കെ ചാനലിൽ നിന്നുള്ളൂ. ഞങ്ങളിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. പക്ഷെ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഞാൻ ഇവരൊക്കെയായിട്ട് സൗഹൃദത്തിലാണ്. ഞാൻ ആരും ഉപദ്രവിക്കാറില്ല. വാർത്ത ഇപ്പം ഞാൻ പറയല്ലേ, എൻ്റെ ഫാദറിനെതിരെ വാർത്ത കിട്ടിയാലും ഞാൻ കൊടുക്കും. അത് ജെന്യൂനാണെങ്കിൽ അത് അന്വേഷിക്കും. ഞാൻ സത്യം ഉണ്ടാവും. എനിക്കെതിരെ ആരോപണം വരും. ഒത്തിരി ആരോപണം എനിക്കെതിരെ വന്നിട്ടുണ്ട്. എനിക്കെതിരെ ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. എന്നെ അറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മുടെ യാത്ര ഇങ്ങനെ തുടരും. യാത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് സംസാരശേഷിയുള്ള എത്ര കാലം യാത്ര തുടരും. കിടപ്പാകാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോലെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കണ പോലെ നമ്മുടെ സ്ഥാപനം വളരട്ടെ. അതെ അതെ, നല്ല ആരോഗ്യപരമായിട്ട് ഇനിയും നല്ല നല്ല ട്രോൾ വീഡിയോസും നല്ല നല്ല വീഡിയോസും വരട്ടെ. എല്ലാ വീഡിയോ പറ്റേ, രണ്ടുപേരുടെ എല്ലാ വീഡിയോ. ഇന്ന് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പോകാം. ഇന്നിപ്പോൾ അടുത്ത ഇന്റർവ്യൂവിന് പോകാൻ പോകല്ലേ. അത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്കൊരു അവസരം തന്നതിന് നന്ദി പ്രകടിപ്പിക്കും. ഒത്തിരി സന്തോഷം. Thank you. ഇത്രയും നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഈ പുതിയ സ്ഥാപനം നല്ല രീതിക്ക് വളരട്ടെ. എന്ത് ഡൗട്ടുകളും എന്ത് സംശയങ്ങളും ആരെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റിനും വിളിക്കാം. കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. Thank you. Bye bye.